എസിന്റെ സർസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് ന്യൂയോർക്കിലേക്ക് പോവുകയാണ്. അവിടെ ഓഗസ്റ്റ് 29-ന് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ന്യൂയോർക്കിലെത്തി. എത്തി. അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. അത് ഏതാണ്ട് വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലാണെന്ന് പറയുന്നു. യൂണിവേഴ്സൽ വൺനെസ്. യെസ്. അതിന്റെ പേരിലാണ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവത്തിൽ പറയാൻ പോവായിരുന്നു സാർ, അത് വളരെ ലൈറ്റ് ആക്കി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായിട്ടുള്ള സോഹ്റാൻ മംദാനി എതിരെ വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിപ്പോ വലിയ വിവാദമായി മാറുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അവിടെ വിഷയമുണ്ടാകുന്നത് എന്തിനെ കുറിച്ചാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ലോക രാജ്യങ്ങളിലൊക്കെ തന്നെ നേരത്തെ ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദി ആണെങ്കിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾക്ക് വലിയ തോതിലുള്ള ഒരു എന്താ പറയുക, ഒരു വലിയ താല്പര്യം ആളുകൾ ജനറേറ്റ് ചെയ്തിരുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ ഒരു ഫ്രണ്ടാണ്, അതുപോലെ പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിന്റെ ഫ്രണ്ടാണ്. ഹൂസ്റ്റണിലും അതുപോലെ ഡൊണാൾഡ് ട്രംപിന്റെ പരിപാടികളിലൊക്കെ പോയി ഇലക്ഷൻ പ്രചരണത്തിൽ വരെ പങ്കെടുക്കുന്ന നമ്മൾ കണ്ടു. ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പൊ അത്തരത്തിലുള്ള ഒരു വലിയ ഒരു ഓറ ഈ അങ്ങനെ ലോക ഗുരുവാണെന്നൊക്കെ തോന്നിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യമാണെന്ന് തോന്നിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഈ ലോകത്ത് മുഴുവൻ റൈറ്റ് വിങ് അജണ്ടകളൊക്കെ തന്നെ വലിയ പ്രാമുഖ്യം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ത്യയിലും കിട്ടി എന്ന് മാത്രമേ അവർ വിചാരിച്ചിരുന്നുള്ളൂ. മനസ്സിലായോ? പക്ഷെ ഇപ്പൊ സംഭവം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതടക്കം നിരവധി സംഭവ വികാസങ്ങൾ ഈ ലോകമെമ്പാടും ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ഒരു ക്രിസ്ത്യൻ മജോറിറ്റി ഉള്ള ഒരു രാജ്യമാണ് അമേരിക്ക എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇതൊക്കെ ഇപ്പൊ പതുക്കെ പതുക്കെ പ്രശ്നമായി തുടങ്ങി. നമ്മൾ തന്നെ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഹനുമാൻ പ്രതിമ അത് തകർക്കണം എന്ന് പറയുന്ന ആളുകളൊക്കെ വന്നു തുടങ്ങി. ഇപ്പൊ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ, നേരത്തെ ആളുകൾക്ക് ഇതൊരു ഈ BJP എന്ന് മാത്രമേ അധികം പേർക്ക് അറിയാമായിരുന്നുള്ളൂ. RSS സംഘപരിവാർ എന്നുള്ളത് അറിയാൻ പാടുണ്ടായിരുന്നില്ല. പക്ഷെ RSSന്റെ ഒരു 100ാം വാർഷികമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വലിയ പരിപാടികൾ നടത്തുകയും ഇതൊക്കെ പ്രചരണമൊക്കെ നടത്തുകയും ചെയ്തപ്പോഴാണ് ആളുകൾക്ക് ഇതിന്റെ പിന്നിലുള്ള ഒരു ഐഡിയോളജി എന്താണെന്നുള്ളത് കുറച്ചുകൂടി വ്യക്തമാകുന്നത്. നേരത്തെ ആളുകൾ വിചാരിച്ചിരുന്നത് ഒക്കെ ഇങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അത് അവിടുത്തെ ഒരു പ്രത്യേക സാഹചര്യം മാത്രമാണെന്നാണ്. പക്ഷെ ഇത് ഒരു 100 കൊല്ലമായിട്ടുള്ള വളരെ പ്രോപ്പർലി നർച്ചർ ചെയ്യപ്പെട്ട ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി സൊസൈറ്റി അവിടെ ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിലുള്ള ഒരു കാര്യം, 55 ലക്ഷത്തോളം വരുന്ന ഇന്ത്യക്കാരുണ്ട് US-ൽ. അപ്പൊ അവരൊക്കെ വിചാരിച്ചിരുന്നത് ഇന്ത്യ അമേരിക്ക ഭായ് ആണ്, അപ്പൊ ഞങ്ങൾക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഈ വിദേശത്തൊക്കെ പോകുന്നവരെ സംബന്ധിച്ച് പിന്നെ അവർക്ക് വലിയ രാഷ്ട്രീയമോ ഐഡിയോളജിയോ ഒന്നുമില്ല, അവരുടെ നിലനിൽപ്പാണ് പ്രശ്നമല്ലോ. അതുകൊണ്ട് അവരവിടെ ചെന്ന് ജോലി എടുക്കുക, പണം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും ജീവിക്കുക, അതിനുശേഷം എന്ത് ചെയ്യുക, സന്തോഷകരമായിട്ട് മരിച്ചു പോവുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഇവിടെയൊക്കെ പറയുമ്പോൾ മറ്റേ റൈബാൻ ഗ്ലാസും പോലീസ് ഗ്ലാസും ഒക്കെ വെച്ചൊന്ന് ഷൈൻ ചെയ്യുക, കാര്യം അവിടെ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ ഇവിടെ കാണിക്കാതിരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അമേരിക്കയിൽ ജീവിക്കുന്നു എന്നൊരു കാര്യം ഉണ്ടാവും. ഇപ്പൊ അതെല്ലാം പാടി. കാരണം അതുകൊണ്ട് തന്നെ ഈ വലിയ തോതിൽ മറ്റേ മോദിക്കൊക്കെ വലിയ ആരാധകരുണ്ടായിരുന്നു. ഇപ്പൊ അതും പാളി. കാരണം എന്ന് വെച്ചാൽ അമേരിക്കയുടെ പിന്തുണയില്ല ഒന്ന്. രണ്ടാമത്തത്, അമേരിക്ക തന്നെ അവിടെയുള്ള പ്രവാസികളെ ടൈറ്റൻ ചെയ്യാൻ പോകുന്നു. അതായത് നേരത്തെ ആഹായായിരുന്നു എന്ത്, ഇന്ത്യയിൽ നമ്മൾ സ്വദേശവൽക്കരണം, മറ്റേ ആത്മാഭിമാൻ, നമ്മൾ ഇന്ത്യക്കാരാണ്, ഇന്ത്യൻ തീവ്ര ദേശീയത എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഈ തീവ്ര ദേശീയതയൊക്കെ ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും നിങ്ങളൊക്കെ തീവ്ര ദേശീയത പറയണതാണ്, എന്നാ പിന്നെ നമ്മുടെ ഇവിടെ ദേശീയത പറയേണ്ടതെന്ന് അവിടെയുള്ള ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. മനസ്സിലായി? അപ്പൊ അതുകൊണ്ട് അവിടെയുള്ള ആളുകൾക്കും ഇതിനോടുള്ള ഒരു താല്പര്യം കുറഞ്ഞു. കാരണം ഇത് കൂടിയാൽ നമുക്ക് പണിയാവുമെന്ന് അവർക്ക് മനസ്സിലായി. ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് വേണം ഈ പരിപാടിയിൽ നമ്മൾ വീക്ഷിക്കാൻ. അപ്പൊ ഇപ്പൊ പുള്ളി ഒരു 16-17 ദിവസത്തെ വിസിറ്റാണ്. ഇത് അമേരിക്ക, UK, കാനഡ ഈ സ്ഥലങ്ങളിലേക്കാണ് വിസിറ്റ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ന്യൂയോർക്കിലേക്ക് വരുന്നത്. ന്യൂയോർക്ക് വന്നപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ സോഹ്റാൻ മംദാനി പറഞ്ഞേക്കണ ഈ ഐഡിയോളജി വലിയ പ്രശ്നമാണ്, ഇതൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും ഇതൊരു പ്രൈവറ്റ് ഇവന്റ് ആണ്, അതുകൊണ്ട് എന്റെ അധികാര പരിധിയിൽ പെടുന്നതല്ല, അതുകൊണ്ട് ഞാൻ കുഴപ്പമില്ല, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. പക്ഷെ ഇതിവിടെ നടക്കട്ടെ. പക്ഷെ ഇത് ഇന്ത്യയിൽ ഇന്ത്യയെക്കുറിച്ച് ഞാൻ കേട്ടേക്കണത് വളരെ ബഹുസ്വരമായിട്ടുള്ള ഒരു സൊസൈറ്റി ഉൾക്കൊള്ളുന്നതാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല, RSS എന്നൊക്കെ പറയുകയും യഥാർത്ഥത്തിൽ ഇവർ ചെന്നിട്ട് ഒരു 5000 പേരുടെ പരിപാടി സംഘടിപ്പിച്ച് ഞങ്ങൾക്ക് കുറച്ച് പ്രചരണം നടത്താമെന്ന് വിചാരിച്ചപ്പോൾ സത്യത്തിൽ ഇപ്പൊ സംഭവിച്ചേക്കണെന്ന് വെച്ചാൽ ഈ പരിപാടി നടത്തുന്നതുകൊണ്ട് എതിരായിട്ടുള്ള പ്രചരണങ്ങളുടെ ശക്തി
കൂടി. കൂടി. പിന്നെ അവിടെ ഈ പരിപാടി നടത്തുന്നത് തന്നെ അഹഡ് എന്ന് പറയുന്നൊരു ഇത് സംഘടനയാണ്. നേരത്തെ അങ്ങനെ ഒരു സംഘടനയുണ്ട്, അമേരിക്കൻ ഹിന്ദുസ് അഗെയിൻസ്റ്റ് ഡിഫോമേഷൻ. അതല്ല ഇത്. ഇതെന്ന് പറയുന്നത് അമേരിക്കൻ ഹിന്ദുസ് എൻഗേജ്മെന്റ് ആൻഡ് ഡയലോഗ് ഫോർ എൻഗേജ്മെന്റ് ആൻഡ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഘടനയാണ്. ഉം. അപ്പൊ ആ സംഘടന എന്ന് പറഞ്ഞാൽ അവര് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ പിരിച്ചിട്ടുണ്ട്. അവര് നടത്തുന്ന ഒരു പരിപാടിയാണിത്. ആ പരിപാടിയുടെ ആളെക്കുറിച്ചൊക്കെ വലിയ ഇതുണ്ട്. അദ്ദേഹം നിരവധി രാജ്യങ്ങൾ സന്ദർശിച്ചു. 19 രാജ്യങ്ങളിലധികം സന്ദർശിക്കുകയും വലിയ പണമിടപാട് നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറയുന്ന ചോദ്യമൊക്കെ ഉം. വരുന്നുണ്ട്. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിൽ വേണം നമ്മൾ മറ്റൊരു കാര്യം കൂടി കാണാൻ. ഈ അയോധ്യ ക്ഷേത്രത്തിലേക്ക് വലിയ സംഭാവന അമേരിക്കയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ടുണ്ട്. അപ്പൊ അത്തരത്തിൽ ഇവിടുന്ന് പണം പിരിച്ചുകൊണ്ട് പോകുന്നതിനെ കുറിച്ചൊക്കെ അവിടെ വലിയ എതിർപ്പുകളുണ്ട്. കാരണം ഇത് അവിടെ പിരിച്ചുകൊണ്ട് പോവുകയും അവര് കൊള്ളയടിക്കുകയും ചെയ്യുകയാണെന്നൊക്കെ പറയുന്ന വ്യാപകമായിട്ടുള്ള പ്രചരണമുണ്ട്. ഇതിനെല്ലാം ഇടയിലാണ് നമ്മുടെ ഈ പറയുന്ന US സിർഫ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ US സിർഫ് എന്ന് പറയുന്ന ഒരു സംഘടന എന്ന് പറഞ്ഞാൽ അത് സംഘടനയല്ല, ശരിക്കും പറഞ്ഞ ഒരു സെമി ഗവൺമെന്റൽ ബോഡിയാണ്. അപ്പൊ അവരുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് യഥാർത്ഥത്തിൽ ഇപ്പൊ ഗവൺമെന്റിന് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. US ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ റിലീജിയസ് ഫ്രീഡം എന്ന് പറയുന്ന ഒരു ഇതാണ്. അതൊരു റിലീജിയസ് ഫ്രീഡം ഓരോ രാജ്യത്തുള്ളതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. പക്ഷെ റെക്കമെൻഡേറ്ററി പവർ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇവിടുത്തെ കമ്മീഷനുകളൊക്കെ പോലെ ഒരു റെക്കമെൻഡേഷൻ ഗവൺമെന്റിന് കൊടുക്കാന്ന് മാത്രമേ ഉള്ളൂ. അത് ചെയർ ചെയ്യുന്നത് ഇപ്പൊ ആസിഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഈ റിപ്പോർട്ട് ഗവൺമെന്റിന് സബ്മിറ്റ് ചെയ്തേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിലെ റിലീജിയസ് ഫ്രീഡം വളരെ ഡിറ്ററേറ്റിംഗ് ആണ്, അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാണ് പുള്ളി റിപ്പോർട്ട് കൊടുത്തേക്കണം. മറ്റ് നിരവധി കാര്യങ്ങളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന സംഘടനകൾ RSS പോലെയുള്ള സംഘടനകളെ പോലും ബാൻ ചെയ്യേണ്ടതാണ്, ഇമ്പോസിഷൻ ഏർപ്പെടുത്തേണ്ടതാണെന്ന് പറയുന്ന വാദങ്ങൾ വരെ ഇതുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ട്. ഇപ്പൊ നമ്മുടെ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് അത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അവര് പറയുന്നത് ഇത് ബയസ്ഡ് ആയിട്ടുള്ള ഒരു സംഘടനയാണ്, ഇത് അങ്ങനെ നമുക്ക് വിചാരിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അതിന്റെ തലപ്പത്തിന്റെ ആളാണ് എന്നൊക്കെ പറഞ്ഞാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊരു ഗവൺമെന്റിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ അധികാരപ്പെട്ട ബോഡി ആണ്. അപ്പൊ അത്തരം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പൊ യഥാർത്ഥത്തിൽ ന്യൂയോർക്കിൽ മാഡിസൺ സ്ക്വയറിൽ നടത്താൻ പോണ പ്രോഗ്രാമിനെതിരെ അവിടെ വലിയ തോതിലുള്ള പ്രൊട്ടസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പ്രൊട്ടസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പോലെ മറ്റേ വഴിതടയിലോ മോഹൻ ഭാഗത്തിനോ അതൊന്നും ഉണ്ടാവുമെന്ന് വിചാരിക്കരുത്. കാരണം അവിടെ എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയുടെ മേയർ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മുഖ്യമന്ത്രിയാണ്. കാരണം പോലീസ് അടക്കം എല്ലാം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് തടയോ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇത് എതിർക്കപ്പെടേണ്ട ഒരു ഐഡിയോളജിയാണ്, അത്തരത്തിൽ ഉള്ള ഒരു കാര്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇനി ഇതിനേക്കാൾ വലുതായിരിക്കും താങ്കൾ അറിയേണ്ടത് കാനഡയിലേക്കല്ലേ. കാരണം അവിടെ സിഖ് വംശജരൊക്കെ വളരെ കൂടുതലാണ്, അവിടെ വലിയ പ്രൊട്ടസ്റ്റ് ആയിരിക്കും. UK-യിലും ഇത് കുറച്ചുകൂടി ശക്തിയുക്തം ഉയരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത് നടത്തുന്നതിന്റെ പ്രധാനമായിട്ടുള്ള ലക്ഷ്യം എന്തായിരിക്കും? ലക്ഷ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റേ ഈ ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു കൾച്ചറാണ്. ആ കൾച്ചർ ശരിക്കും പറഞ്ഞാൽ ലോകം മുഴുവൻ വരേണ്ടതാണെന്നുള്ളതാണ് ബേസിക് ഐഡിയോളജി. പുറമെ അങ്ങനെയൊന്നും പറയില്ല. പുറമെ പറയാൻ പോകുന്നത് അവിടെയുള്ള ഹിന്ദുക്കളെയും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന ഒരു റീച്ച് ഔട്ട് പ്രോഗ്രാം. അതായത് RSS 100 കൊല്ലം കഴിഞ്ഞു, ഇനി അടുത്ത 100 കൊല്ലത്തേക്കുള്ള പദ്ധതിയുടെ റീച്ച് ഔട്ട് പ്രോഗ്രാം. 100 കൊല്ലം കൊണ്ട് ഇപ്പൊ ഇന്ത്യയിൽ ഏതാണ്ട് ശരിയാക്കി. അപ്പൊ ഇനി ബാക്കിയുള്ള 100 കൊല്ലങ്ങൾ കൊണ്ട് ഈ അമേരിക്കയും ഇംഗ്ലണ്ടും കാനഡയൊക്കെ കൂടി എന്ത് ചെയ്യണം. ബ്രിട്ടനിലൊക്കെ ഇപ്പോ നമ്മുടെ ഇസ്ലാം വംശജരുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം കൂടിയാണല്ലോ. അപ്പോ കാനഡയിലും വലിയ വിഷയങ്ങൾ ഉണ്ടായിട്ടുള്ള സാഹചര്യമാണ്. അവിടേക്കാണ് ഇപ്പോ സർസംഘചാലകർ പോകുന്നത്. അപ്പൊ അവിടെ എന്തെങ്കിലും ഒരു പ്രൊപ്പഗാൻഡ അല്ല, അവിടെ പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ചെല്ലുമ്പോ ഇത് എത്ര പേർക്ക് ഇന്ത്യക്കാർക്ക് പ്രശ്നം ഉണ്ടാവും എന്ന് മാത്രം കണക്കൂട്ടിയാൽ മതി. കാരണം അവിടെ അല്ലെങ്കിൽ തന്നെയുള്ള പ്രൊപ്പഗാൻഡ. ഇപ്പൊ എനിക്ക് വേണം നമ്മൾ ഇവിടെ ഇരുന്ന് അവിടെ ഏതോ ചാനലിൽ ഞാൻ വീഡിയോ എടുത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കാനഡയില് ഇപ്പൊ ബ്രാംപ്ടണില് അവിടെ യഥാർത്ഥത്തിൽ ടൊറന്റോയില് അവരുടെ ക്യാപിറ്റൽ സിറ്റിയിൽ തന്നെ വലിയ തോതിൽ ഇന്ത്യ വിരുദ്ധ റാലികൾ നടന്നു. കാരണം വെച്ചാൽ പുറത്തുനിന്നുള്ള ഇപ്പൊ അമേരിക്കയിലും ബ്രിട്ടനിലും ഈ പറയുന്ന കാനഡയിലും ഒക്കെ ആണെങ്കിലും സ്ലൈറ്റ് ഇന്ത്യ വിരുദ്ധതയുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് വിലയില്ല, ഇവര് വന്ന് കാശുണ്ടാക്കുന്നു എന്നുള്ളതാണ്. പണ്ട് മറ്റേ നമ്മുടെ താക്കറെ ബോംബെയെ കുറിച്ച് പറഞ്ഞ പോലെ കണ്ട പതിരാശികളൊക്കെ വന്ന് ഇവിടെ വന്ന് പണം ഉണ്ടാക്കി കൊണ്ടുപോവാണെന്ന് പറഞ്ഞില്ലേ. മനസ്സിലായി. അതിന്റെ ചെറിയൊരു പോർഷൻ നമ്മുടെ അത്രയും തീവ്രമാക്കില്ലെങ്കിലും നമ്മുടെ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള VD സതീശനും പറഞ്ഞായിരുന്നു. ഏത് ഇവിടെ നിന്ന് റിവേഴ്സ് റെമിറ്റൻസ് ഉണ്ടാകും, നിങ്ങൾ ആരും കാണുന്നില്ല, അത് പ്രശ്നമാണെന്നൊക്കെ എന്ത് ചെയ്തു പറഞ്ഞു. മനുഷ്യൻ ഇവിടെ വന്ന് ജോലി ചെയ്തിട്ട് കാശുണ്ടാക്കണം. ആ ജോലി ഇവിടെ മലയാളി ചെയ്താലും കാശി
കിട്ടും. കിട്ടും. ഇനി റിവേഴ്സ് റെമിറ്റൻസ് ഒന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതേപോലൊരു പ്രശ്നം അവിടെ ഉണ്ട്. ഉം. ആ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് ഇപ്പൊ UK താങ്കൾ അറിയേണ്ടത് വിസയുടെ കാര്യത്തിൽ 5 കൊല്ലം കൊണ്ട് നേരത്തെ കിട്ടുമായിരുന്നെങ്കിൽ, അതായത് ഡിപെൻഡന്റ് വിസ അടക്കമുള്ള ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 10 കൊല്ലമാക്കി ഉം. പെർമനന്റ് റെസിഡൻസി അടക്കമുള്ള ഗ്രീൻ കാർഡ് അടക്കമുള്ള കാരണങ്ങൾ കിട്ടുന്ന അവർ നീട്ടിയിട്ടുണ്ട്. ഉം. അപ്പൊ ആ നീട്ടലിന്റെ ഇടക്കൂടിയാണ് നമ്മൾ നമ്മുടെ ഇവിടുത്തെ ഐഡിയോളജി അവിടെ പ്രചരിപ്പിക്കാൻ കൂടി ചെല്ലുന്നതെന്നൊന്ന് ആലോചിക്കണം. ഉം. ഓക്കെ, പക്ഷെ നിങ്ങൾ ഒരു അവിടെയുള്ള മിനിറ്റ്, നിങ്ങൾ വന്ന് ജോലിയെടുത്ത് ഇവിടെ ജീവിക്കുന്നു, അത് തന്നെ ഞങ്ങൾക്ക് ശല്യമാണ്, ഞങ്ങളുടെ ജോലി തട്ടിപ്പറിക്കണേന്ന് പറയുമ്പോഴാണ് ഉം. ജോലിയെടുത്ത് ജീവിക്കണം മാത്രമല്ല നമ്മള് നിങ്ങളുടെ രാജ്യത്ത് ഈ ഐഡിയോളജി കൂടി പ്രചരിപ്പിച്ച് എന്ത് ചെയ്യണം. അത് പക്ഷെ അവിടെയുള്ള ഹിന്ദുക്കളുടെ ഇടയിലേക്കല്ലേ ഇത് പ്രചരിപ്പിക്കാൻ ഇതൊക്കെ ചെല്ലുന്നത്? ഹിന്ദുക്കളുടെ ഇടയിലേക്ക് തന്നെയാണെന്നേ. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ ഇത്ര വിശദമായിട്ട് താങ്കളോട് അവിടെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം ഉം. എന്ത് ചെയ്തത് പറഞ്ഞത്. ഇപ്പൊ മറ്റേ നമ്മുടെ താക്കറെ വന്നിട്ട് പറയാണ് ബോംബെയിൽ മതരാശികളൊന്നും ഇവിടുന്ന് കാശും കൊണ്ട് പോണേന്ന് പറയുമ്പോൾ നമ്മൾ വേദന ഇവിടെ നിന്ന് ചെന്നിട്ട് പറയുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കേരള കൾച്ചർ കൂടി ഇവിടെ ഡെവലപ്പ് ചെയ്യണത് അതേ സമയത്ത് ഇവിടെ ഉള്ള ഒരു നേതാവ് എന്ന് പറയുമ്പോഴുള്ള കാര്യം എന്തായിരിക്കും. അവരത് ഇത് കണ്ടാ നമ്മുടെ ജോലി മാത്രമല്ല ഉം. നമ്മുടെ അടുത്ത കൾച്ചർ കൂടി ഇനി അവരുടെ പോലെ ആക്കണമെന്നാ പറയണേന്ന് എന്ത് ചെയ്യും പറയും. ഉം. ഞാനിപ്പോ വേറെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഇതിന്റെ എക്സ്പോസ്റ്റുകളിൽ ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഇവരുടെ എക്സ്പോസ്റ്റ് എക്സിന്റെ എക്സ് അക്കൗണ്ട് മാറ്റിയിട്ടുണ്ട്. ഉം. ഈ എക്സ് അക്കൗണ്ട് എന്ത് ചെയ്യണം, ഈ ഭഗവത് ഈ ഈവന്റുമായി ബന്ധപ്പെട്ടത് മാറ്റിയിട്ടുണ്ട്. അത് തിരിച്ചു കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചു കിട്ടിയില്ലെന്ന് നമുക്കറിയില്ല. ഞാൻ ANAയുടെ റിപ്പോർട്ട് വായിച്ച. അപ്പൊ അത്തരത്തിൽ നിരവധി ഞാൻ പറയുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് അറിയാം ഇത് കൃത്യമായിട്ട് ഇത് ഞങ്ങൾക്ക് തിരിച്ചടിയാവുന്നു. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ലോക ഗുരു ഇമേജ് ഒന്നും ഇപ്പൊ ഉം. വില പോവാത്തത്. വില പോകാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് വേറെ ആരും പറഞ്ഞിട്ടില്ല, ഒരു ചാനലിലും പറയാത്തതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ ഇതിനെ കുറിച്ചുള്ള വേറെ ചർച്ചകളൊക്കെ കേട്ടു. പക്ഷെ ഇതിന്റെ അടിസ്ഥാനപരമായ കാരണം ആരും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പ്രജിത ഇവിടെ ജീവിക്കുകയാണ്, പ്രജിത കേരളത്തിൽ ജീവിക്കുകയാണ്. അപ്പൊ പ്രജിതക്ക് ആദ്യം തന്നെ ഇവിടെ ജോലി ഉണ്ടാവണം, ഭക്ഷണം കഴിക്കണം, ഇതെല്ലാം കഴിയണമല്ലോ. അത് കഴിഞ്ഞിട്ടാണല്ലോ പ്രജിത പറയുന്ന പോലെ മറ്റ് സ്വാതന്ത്ര്യത്തെ കുറിച്ചൊക്കെ നമ്മൾ പലപ്പോഴും പറയാം. അപ്പൊ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ജീവിക്കുന്നതിനെ തന്നെ പ്രശ്നമാക്കി ഓരോ ദിവസവും ഗവൺമെന്റ് ടൈറ്റൻ ചെയ്യാണ്. ഇപ്പൊ H1B1 വിസക്ക് $1,00,000 കൊടുക്കണമെന്ന് പറഞ്ഞു. $1,00,000 കൊടുക്കണം എന്നുള്ള കണ്ടീഷനിൽ എന്ത് ചെയ്തു പറഞ്ഞു. അപ്പൊ അത്രയും വലിയ എമൗണ്ടുകൾ കമ്പനികൾ എടുക്കേണ്ടി വരുമ്പോ ഇന്ത്യ എന്നുള്ള ഇൻടേക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ടാക്സും ഒക്കെ അടിച്ചേൽപ്പിക്കുന്ന സമയത്താണ് നമ്മൾ ഇതുമായിട്ട് ചെല്ലുന്നത് എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണണം. ഇപ്പൊ അല്ലെങ്കിൽ താങ്കൾ പറയുന്ന പോലെ ആരെങ്കിലും ഒന്ന് പറഞ്ഞിട്ടേ പോട്ടെ എന്നങ്ങ് വിചാരിക്കും, കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഇതിനു മുമ്പും ചെന്നിട്ടുണ്ട്. ഇതിന് തൊട്ടു മുമ്പ് ഇപ്പൊ റാം മാധവ് ചെന്നിട്ട് അവിടെ നിന്ന് മോദിനെ തന്നെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊന്നും പ്രശ്നമില്ല. പക്ഷെ ഈ പ്രശ്നമാകുന്നത് ഇത്തരത്തിലുള്ളൊരു സംഭവങ്ങൾ എല്ലാം ഉണ്ടാകുമ്പോഴാണ്. കൂടാതെ ഏറ്റവും ബോട്ടം ലൈനിലുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ക്രിസ്ത്യൻ മൈനോറിറ്റികൾക്ക് സുരക്ഷിതത്വമില്ല എന്ന് പറയുന്ന തോന്നൽ അവിടെയുള്ള ആളുകളിൽ ഒരു ഇമോഷണൽ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. മനസ്സിലായ? ക്രിസ്ത്യൻ വർഷിപ്പ് ഒന്നും ആളുകൾ ഇന്ത്യയിൽ സമ്മതിക്കുന്നില്ല. പിന്നെ ഇവരുടെ എല്ലാ വർഷിപ്പും നമ്മൾ സമ്മതിക്കണത് എന്തിനാന്ന് ചോദിച്ചിട്ടാണ് ഹനുമാൻ പ്രതിമക്കെതിരെയൊക്കെ ഇതിന്റെ ഒക്കെ പ്രശ്നം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ ഒരു റൈറ്റ് വിങ് ഐഡിയോളജി പതുക്കെ പതുക്കെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പറയുന്ന പോലെ സ്വദേശിവൽക്കരണം, മറ്റേ ഞങ്ങളുടെ സംസ്കാരം നിങ്ങൾ മോശമാണെന്നൊക്കെ പറയുന്ന കാര്യം ചെറുതായിട്ട് വന്നുകൊണ്ടിരിക്കണം. അപ്പോഴാണ് ഈ പ്രശ്നം കൂടി ഉണ്ടാകുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇത് ഇത്ര വലിയ വിഷയമായും മാറുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ 5000 പേരുടെ ഒരു കല്യാണോ പരിപാടിയോ നടക്കണ പോലെ ഇതങ്ങനെ നടന്ന് പോകും. അപ്പൊ അതല്ല ഇത് സംഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പൊ ഇത് തുടക്കം മാത്രമാണ് കേട്ടോ. ദിസ് ഇസ് ജസ്റ്റ് എ ബിഗിനിങ്. കാരണം ഇനി അടുത്തത് കാനഡയിലുണ്ട്, UK-യിലുണ്ട്. കാനഡയിൽ ഇതിനേക്കാൾ വലിയ പ്രൊട്ടസ്റ്റ് ഉണ്ടാകും. കാരണം എന്താ, 2-2.5% വരുന്ന സിഖുകാരുണ്ട് അവിടെ. അപ്പൊ അതുകൊണ്ട് ബാക്കി നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതാണ് ഇപ്പോഴുള്ള സിറ്റുവേഷൻ. ഇത് ബാക്കിയുള്ള ഒരു ചാനലും എടുക്കാത്തത് കൊണ്ടാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള ടോപ്പിക് ഞാൻ എടുക്കാന്ന് വിചാരിച്ചു. ഇവിടെ നിന്നൊക്കെ അമേരിക്കയിൽ എങ്ങനെയെങ്കിലും വിസ കിട്ടി അവിടെ എത്തിയ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് ആളുകളൊക്കെ ഒരു ജീവിതം കരുപ്പിടിപ്പിച്ച് ബിസിനസ്സും ജോലിയും ഒക്കെ സംഘടിപ്പിച്ച് ഒന്ന് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുമ്പോഴാണ് ഇതിലൊന്നും പെടാത്ത ആളുകൾ കൂടി തലവേദന ഉണ്ടാക്കും. കാരണം നേരത്തെ പറഞ്ഞ ഒരു ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നതിന് ഇത് കുറച്ചുകൂടി ആക്സലറേറ്റ് ചെയ്യൂ. എന്ത് കാര്യം ഇരിക്കണം എന്നുള്ളതാണ് അവിടെയുള്ള ഇന്ത്യക്കാരുടെ പോലും മനസ്സിലായി. പിന്നെ ഇത് ഒരു സ്റ്റേറ്റിലും അല്ല. ഇപ്പൊ ന്യൂയോർക്കിൽ മാത്രമായിട്ട് ഈ വാർത്ത നിൽക്കില്ലല്ലോ പ്രജിത.
വാർത്ത ഈ വിരുദ്ധത പ്രകടിപ്പിക്കാനുള്ളവനൊക്കെ വലിയൊരു ആയുധമാണ്. കണ്ട അവരെന്ത് ചെയ്തിരിക്കുന്നു, ഉം. കടന്നു കയറിയിരിക്കുന്നു. അല്ലാതെ ഇതിലിപ്പോ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷെ പ്രശ്നം ഇതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തന്നെ ഈ സൊഹ്റാൻ മംദാനി അടക്കമുള്ള ആളുകൾ ഇതിനകത്ത് അഭിപ്രായം പറയുന്ന ലെവലിലേക്ക് എത്തി. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിൽ എന്തായിരിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരിക്കാം. കാര്യം ചോദിച്ചു നോക്കിയാൽ മതി. അന്നേരമാണ് ഇതൊന്നും അറിയാതെ അവിടെ ജീവിച്ചിരുന്ന ആളുകൾ പോലും ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടതൊക്കെ അറിയാൻ പോണത്. അതെ. അപ്പൊ സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ എങ്ങനെയെങ്കിലും കടൽ കടന്ന് രക്ഷപ്പെട്ട് അവിടെ ചെന്നൊരു ജീവിതം കരുപ്പൊഴിപ്പിക്കാന്ന് വിചാരിക്കുമ്പോഴാണ് അവിടെ ശരിക്കും സമാധാനം. പറഞ്ഞാൽ അവൻ്റേതല്ലാത്ത തെറ്റിന് അവൻ ഇന്ത്യക്കാരനായിരുന്നു എന്നുള്ള പേരിലും പ്ലസ് ഹിന്ദു ആയിരുന്നു എന്നുള്ള പേരിലും ഒക്കെ വേറൊരുത്തന്റെ ദേഷ്യവും കൂടി പിടിച്ചു വാങ്ങേണ്ടത്.